ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ കൊടുക്കുന്നത് ഫേസ്ബുക്ക് ക്രിയേറ്റ് ഈവന്റ്. എന്താണ് ക്രിയേറ്റ് ഈവന്റ്? നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്, അതുപോലെ തന്നെ റീൽസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും ക്രിയേറ്റ് ആൻ ഈവന്റ് എന്ന്. ഫേസ്ബുക്ക് തന്നെ നമ്മൾക്ക് നമ്മുടെ പോസ്റ്ററിന്റെ അടിയിലായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു പോസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട്, എന്താണ് ഈ ക്രിയേറ്റ് ഈവന്റ്? ഞാൻ അവരോടൊക്കെ കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. എന്നിരുന്നാലും ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് അതിനെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ തന്നെ ഇപ്പോൾ ചെയ്യുകയാണ്. അപ്പോൾ ക്രിയേറ്റ് ഈവന്റ് മീൻസ്, നിങ്ങൾ മുമ്പൊക്കെ നമുക്ക് കോവിഡിന്റെ സമയത്ത് കാണാം ഗൂഗിൾ മീറ്റ്, സൂം മീറ്റ്, അത് തന്നെയാണ് ഈ ക്രിയേറ്റ് ഈവന്റിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ഫോളോവേഴ്സ്, സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ഒരു ഈവന്റ് വെക്കുക. അത് ഏതെങ്കിലും ഒരു പ്ലേസിൽ വെച്ചിട്ട് ഡയറക്റ്റ് മുഖാമുഖം നമുക്ക് സംസാരിക്കാം. നിങ്ങളുടെ കാര്യങ്ങൾ അവരോട് ഷെയർ ചെയ്യുക, അവരുടെ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുക. അത് മുഖാമുഖമാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇനി അഥവാ നിങ്ങൾ വീട്ടിലിരുന്നിട്ട് ലൈവ് മുഖാന്തരം നിങ്ങളുടെ ഫോളോവേഴ്സുമായിട്ട് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സുമായിട്ട് മീറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതാണ് ഈ ഈവെന്റിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ചാർജോ കാര്യങ്ങളൊന്നും വാങ്ങണമെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം. പിന്നെ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് വെക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് ഞാനിപ്പോൾ കാണിച്ചുതരാം. ഇപ്പൊ നിലവിൽ നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു ആരോ മാർക്ക്. ഈ ആരോ മാർക്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ റൈറ്റ് സൈഡിൽ ഈ 3 ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ തന്നെ ഇവിടെ കാണാൻ സാധിക്കും റൈറ്റ് സൈഡിൽ ഇവിടെ ഈവന്റ് ക്ലിക്ക് ചെയ്യുക. ഈവന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓൾറെഡി വെച്ചിരിക്കുന്ന ഈവന്റ് ആണ്. എൻ്റെ ഫോളോവേഴ്സോ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിലോ പെട്ട ആൾക്കാരാണത്. അപ്പോൾ അവർ ഓൾറെഡി 4 വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെയുള്ള ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ നമ്മുടെ പേര് കാണാം, പ്രൊഫൈലിന്റെ പേര്, പിന്നെ ഈവന്റ് നെയിം. നമ്മൾ ആ ഈവന്റ് വെക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പേരെന്താണ്, എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേര് നമ്മൾ വെച്ചു കൊടുക്കാം. ഓക്കെ, ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് ഞാൻ വെക്കുന്നതാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചതാണ്. അപ്പോൾ അതിനുശേഷം താഴെ നമുക്ക് ഡേറ്റും ടൈമും വെച്ചു കൊടുക്കാം. ഡേറ്റ് ഞാൻ നാളത്തെ ഡേറ്റ് ഇടുന്നത് ഫെബ്രുവരി 13 വെച്ചു കൊടുത്ത്, ഇനി ടൈം 4:30 PM ഓൾറെഡി അതിലുള്ള ഞാൻ ജസ്റ്റ് സിമ്പിളായി ഞാൻ വെക്കുന്നതാണ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഡൺ അടിക്കാം. അപ്പോൾ ടൈം സെറ്റായി. ഇനി അത് എത്ര മണിക്കാണ് തീരുന്നത്, അതാണ് ഇവിടെ ആഡ് എൻഡ് ടൈം. അവിടെ നമ്മൾ വെക്കണമെങ്കിൽ വെച്ചു കൊടുക്കാം. ഓക്കെ, പിന്നെ റിപ്പീറ്റ് ഈവന്റ്. ആ ഈവന്റ് പിന്നീട് എപ്പോഴാണ് ഉണ്ടാകുന്നത്, അതാണ് നമുക്കിവിടെ റിപ്പീറ്റ് ഈവന്റിൽ ഉദ്ദേശിക്കുന്നത്. അത് വെക്കണമെങ്കിൽ നമ്മൾ വെച്ചു കൊടുക്കാം. പിന്നെ ഇവിടെ പിന്നെ UTC നമ്മുടെ ടൈമാണ്, അത് ഇന്ത്യൻ ടൈം അവിടെ ഓൾറെഡി ഉണ്ട്. പിന്നെ ഇവിടെ ഈസ് ഇറ്റ് ഇൻ പേഴ്സൺ ഓർ വെർച്വൽ, അതായത് നമ്മൾ ഡയറക്റ്റ് മുഖാമുഖം ഏതെങ്കിലും ഒരു പ്ലേസിൽ വെക്കുകയാണോ അല്ലെങ്കിൽ പിന്നെ ലൈവ് മുഖാന്തരമാണോ, അതാണ് നമ്മൾ ചോദിക്കുന്നത്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇൻ പേഴ്സൺ, പിന്നെ വെർച്വൽ. ഓക്കെ, അപ്പോൾ നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ പേഴ്സണിൽ തന്നെ നമുക്ക് വെച്ചു കൊടുക്കുക. എന്നിട്ട് ആ പ്ലേസ് ഇവിടെ സെലക്ട് ചെയ്യുക. ഇനി വെർച്വൽ, ഇനി അത് പിന്നെ ലൈവ് മുഖാന്തരം വെക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ലൈവിൽ വെച്ചിട്ട് കാണുന്നത്, ലൈവിൽ വെക്കുമ്പോൾ പിന്നെ അവരും അതേ ടൈമിന് ആ ലൈവിൽ വന്നിട്ട് മീറ്റ് ആവും. അതാണ് ഈ വെർച്വൽ ടൈമിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വെർച്വലിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് ലൈവ് മുഖാന്തരം പോകണമെങ്കിൽ പോവാം. പിന്നെ എക്സ്റ്റേണൽ ലിങ്ക്, ആ ലിങ്ക് ആ ടൈമിൽ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കും. അങ്ങനെയും ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ഓതേഴ്സ്. അപ്പോൾ നമ്മൾ ഈ ലൈവ് മുഖാന്തരം വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ലൈവ് ക്ലിക്ക് ചെയ്യാം. ഇനി ഏതെങ്കിലും പ്ലേസിൽ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ പേഴ്സണിൽ എവിടെയാണോ നിങ്ങൾ വെക്കുന്നത് ആ പ്ലേസ് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ വെർച്വൽ ടൈപ്പിൽ ഫേസ്ബുക്ക് ലൈവ് ആണ് അവിടെ ക്ലിക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഡൺ അടിക്കാം. ഡൺ അടിച്ചു കൊടുത്തതിന് ശേഷം ഹൂ ക്യാൻ സീ ഇറ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആരൊക്കെ ഇത് കാണാൻ സാധിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രൈവറ്റ് ആക്കി വെക്കണമെങ്കിൽ നമ്മളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആണെന്നുണ്ടെങ്കിൽ പബ്ലിക്, ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ നമ്മൾ പബ്ലിക്കിന് വെച്ചു കൊടുത്തത്. പബ്ലിക് വെക്കുമ്പോൾ വേണ്ടുന്നത്ര ആൾക്കാർ പരമാവധി ഇതിൻ്റെ അകത്തേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഓക്കെ, പിന്നെ നമ്മളുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട മാറ്റർ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഉദാഹരണത്തിന് എന്തൊക്കെ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നത് നമുക്കിത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതിന് വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ നമുക്ക് ചെയ്യേണ്ടത് മാർക്കറ്റ് യുവർ ഈവന്റ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാറ്റഗറി നമ്മൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആ കാറ്റഗറി നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതായത് ഇവിടെ പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നത്, നെക്സ്റ്റ് അടിച്ചു കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ ആഡ് കോ ഹോസ്റ്റ്, നമ്മുടെ കൂടെ വേറെ ഏതെങ്കിലും ടീമിനെ നമ്മൾ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ, അതായത് ഞാനാണ് ക്രിയേറ്റ് ഈവന്റ് ചെയ്യുന്നത്, അതിന്റെ കൂടെ തന്നെ വേറെ ആരെങ്കിലും
നമ്മുടെ ഫ്രണ്ട്സ് പ്രൊഫൈലിൽ തന്നെയുള്ള ഏതെങ്കിലും ഫ്രണ്ട്സ് നമ്മൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാനിപ്പോൾ ഷുക്കൂസ് ബ്ലോഗിനെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഷുക്കൂസ് ബ്ലോഗ് എൻ്റെ കൂടെ തന്നെ നമ്മുടെ ക്രിയേറ്റ് ഈവെന്റിന് പാർട്ടിസിപ്പേറ്റ് ആയിട്ട് വരും. അതാണ് അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഓഫ് ആക്കാം. ഇവിടെ നെക്സ്റ്റ് ക്യാൻസൽ അടിച്ചു കൊടുക്കാം. ഓക്കെ, പിന്നെ ആഡ് ആൻഡ് ഈവെന്റ് ചാറ്റ് ഇവിടെ ഓഫിലെടുത്ത് നമ്മൾ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട മാറ്റർ മെസ്സഞ്ചറിൽ അവർക്ക് ആക്കാൻ പറ്റും. അതാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓൺ ചെയ്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ നമുക്ക് അഡീഷണൽ സെറ്റിംഗ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അഡീഷണൽ സെറ്റിംഗിൽ പിന്നെ ഇവിടെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, പിന്നെ നമ്മളത് ക്യാൻസൽ ചെയ്ത്, അപ്പോൾ ഇനി ലാസ്റ്റ് നമ്മൾ ഇവിടെ നോക്കേണ്ടത്, പിന്നെ ഇവിടെ നമ്മൾ ബാനറിൽ എന്തെങ്കിലും പിക്ചർ വെച്ച് കൊടുക്കണമെങ്കിൽ വെച്ച് കൊടുക്കണം. ഇതൊക്കെ ഗാലറി നമ്മൾ ഓൾറെഡി സെറ്റപ്പ് ചെയ്തിട്ട് നമുക്ക് ക്രിയേറ്റ് പിന്നെ ഇവിടെ എന്തെങ്കിലും പിക്ചർ വെക്കണമെങ്കിൽ വെച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ കണ്ടിരുന്നില്ല ഒരു പ്രോഗ്രാമിന്റെ പിക്ചറൊക്കെ വെച്ചിട്ട്, അപ്പൊ അങ്ങനെ വെക്കണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെ ക്രിയേറ്റ് ഈവെന്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ക്രിയേറ്റ് ഈവെന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൾറെഡി നാളത്തേക്കുള്ള ഒരു ഈവെന്റ് ആയിട്ട് അത് ഫേസ്ബുക്കിൽ അപ്ഡേറ്റ് ആവും. നമുക്ക് ആർക്കൊക്കെ ഷെയർ ചെയ്യണം അവർക്കൊക്കെ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മുടെ ഈവെന്റിലേക്ക് ഇവരൊക്കെ നമ്മുടെ ഈ ഫ്രണ്ട്സാണ്, ഇതൊക്കെ ഈ കാണുന്ന ആൾക്കാരൊക്കെ നമുക്ക് ഇവരൊക്കെ ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ ഇൻവൈറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മളത് അതല്ലാതെ നമ്മൾ ഷെയർ ടു യുവർ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലേക്ക് നമ്മൾ ഷെയർ ചെയ്യാന്നുണ്ടെങ്കിൽ അത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ നമ്മളുടെ ഈവെന്റുമായിട്ട് ബന്ധപ്പെട്ട മാറ്റർ അവർക്ക് അതിൽ സ്റ്റോറി ആയിട്ട് പോകും. പിന്നെ ഷെയർ ടു യുവർ ഫേസ്ബുക്കിലേക്കും അത് സ്റ്റോറി ആയിട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഓൺലൈൻ വിത്ത് ഫേസ്ബുക്ക് ലൈവ്, അത് നമ്മൾ ഇതായിട്ട് ഈവെന്റായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇവിടെ കാണിക്കുന്നത്. വൺ ഗോയിങ്, ഓൾറെഡി ഒരാൾ ജോയിന്റ് ആയിട്ടുണ്ട്, അത് ഞാൻ തന്നെ. പിന്നെ എക്സ്ട്രാ എത്രത്തോളം ആൾക്കാർ വരുന്നുണ്ട് അതൊക്കെ ഇവിടെ കൗണ്ട് ഇവിടെ കൂടിക്കൊണ്ട് വരും കേട്ടോ. പിന്നെ നമ്മുടെ ഇതിന്റെ ഇത് ആർക്കൊക്കെ കാണാൻ സാധിക്കും അത് ഇവിടെ പബ്ലിക് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഈവെന്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് കേട്ടോ. മറ്റു പലതരത്തിൽ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഷെയറിൽ ക്ലിക്ക് ചെയ്യുക. ഷെയറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫേസ്ബുക്കിലോ അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ വെച്ചിരിക്കുന്ന ഈ ഈവെന്റിനെ നമ്മൾ എന്തെങ്കിലും മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുക. അതിലെന്തെങ്കിലും എഡിറ്റോ കാര്യങ്ങളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഇതുണ്ട്. ഫേസ്ബുക്ക് ടിപ്സ് ഫോർ ക്രിയേറ്റേഴ്സ് ടുമോറോ, അത് കണ്ട ഞാൻ വെച്ചിരിക്കുന്ന ഈവെന്റിന്റെ പേരും ടൈമും അതിന്റെ പബ്ലിക് എന്നുള്ള ഓപ്ഷനൊക്കെ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ഒരു ഈവെന്റ് വെക്കാം. ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിനെ കൂടുതൽ രീതിയിൽ നിങ്ങൾക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കും. കാരണം നമ്മളുടെ ഫോളോവേഴ്സായിട്ടും അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ടും പരസ്പരം മീറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണിത്. അപ്പോൾ ലൈവ് മുഖാന്തരം നമുക്ക് മീറ്റ് ചെയ്യാം, ഡയറക്റ്റ് മുഖാമുഖം നമുക്ക് മീറ്റും ചെയ്യാം. അപ്പോൾ നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് വ്യക്തിപരമായിട്ടും ഇത് ഗുണം ചെയ്യും, നിങ്ങളുടെ അക്കൗണ്ടിനും ഇത് ഗുണം ചെയ്യും. അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഈ ഈവെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.